ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ടൂറ് പോകാൻ പോവാണ് കേട്ടോ, വയനാട്ടിലേക്ക്. അപ്പോൾ ദേ ഇപ്പോൾ ഏകദേശം ഒരു 3 മണി സമയമായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ രാവിലെ പോയിട്ട് രാത്രി വരാമെന്നുള്ളതിലാണ്. നാട്ടിൽ നിന്നാണ് ടൂറ് പോകുന്നത്. അപ്പോൾ ലേഡീസ് മാത്രമേ പോകുന്നുള്ളൂ. അപ്പം രാവിലെ നമുക്ക് കൊണ്ടുപോകാൻ രാവിലത്തെ ഫുഡ് നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ അവരവർ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കണം ഇനി. ഉച്ചക്കത്തെ ഫുഡ് പിന്നെ ബിരിയാണിയാണ്. അത് എല്ലാവർക്കും കൂടെ ഉള്ളത് ഒരുമിച്ച് വെച്ചുകൊണ്ട് പോവുകയാണ്. അത് നമ്മൾ വേറെ ഓർഡർ കൊടുത്തതാണ്. അപ്പോൾ അതേ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ഇഡ്ഡലി സാമ്പാർ ആണ് നമ്മൾ കൊണ്ടുപോകാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇഡ്ഡലി ആയി, സാമ്പാറൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പണിയുള്ള പരിപാടിയായിരുന്നു, എന്നാലും നേരത്തെ എണീറ്റ് എല്ലാം ചെയ്യാൻ പറ്റി. അപ്പോൾ അതേ നമുക്ക് 2 പേരാണ്, ഞാനും അമ്മയാണ് പോകുന്നത്. അപ്പോൾ 2 പേർക്കുള്ള ഫുഡ് മതി. പക്ഷേ എന്നാലും നമ്മൾ കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി തികയാതെ വന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും കൊടുക്കാമല്ലോ. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അതേ നമ്മൾ മാറ്റി ഇനിയിപ്പം പോകാൻ റെഡിയാവാണ്. കുളിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം, മുടി കെട്ടിക്കഴിഞ്ഞാൽ പതിഞ്ഞ് കിടക്കും. അപ്പോൾ അതേ എന്തോ പോലെ ഉണ്ട് മുഖമൊക്കെ. എന്തായാലും വേണ്ടിയില്ല, മാറ്റി ഇറങ്ങി. അപ്പോൾ അതേ നമ്മളെല്ലാവരും ഇറങ്ങി കേട്ടോ. വണ്ടീൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 19 പേര് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ട്രാവലറാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അതിലതേ കയറിയിട്ടുണ്ട്. ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും അമ്മമാരാണ്. അപ്പോൾ നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഏകദേശം ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയതായിരുന്നു. അപ്പോൾ അതേ എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് നമ്മൾ ചുരത്തിൻ്റെ അവിടെ ഇറങ്ങി. ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി. അപ്പം അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് പോകും. അപ്പോൾ അതേ ചുരത്തിൻ്റെ അവിടെ ഇറങ്ങിയപ്പോൾ പുതിയ അതിഥികളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ കുരങ്ങന്മാർ. അങ്ങനെ ഫസ്റ്റ് ലൊക്കേഷനിലെത്തി കേട്ടോ. എന്നൂരിലേക്കാണ് നമ്മൾ ആദ്യം പോയത്. ഏകദേശം 9:30 ആയിട്ടുണ്ടാകും. 9 മണിക്കാണ് ഇവിടെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ 2 ജീപ്പുകളിലായിട്ടാണ് ഇവിടേക്ക് വന്നത്. 80 രൂപയായിട്ടാണ് ഇവിടേക്ക് വരുന്നതിനുള്ള ചാർജ്. നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുപോയി ആക്കുകയും ചെയ്യും, അതുപോലെ തന്നെ തിരിച്ച് നമ്മളെ ലൊക്കേഷനിൽ തന്നെ എത്തിച്ച് തരുകയും ചെയ്യും. അപ്പോൾ ഒരു 2 കിലോമീറ്ററിൻ്റെ അടുത്ത് യാത്ര ഉണ്ട് ഇങ്ങോട്ടേക്ക്. പിന്നെ ഇവിടുന്ന് എന്നൂരിൻ്റെ ഈ ഒരു ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചധികം നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് ഓരോ സ്ഥലങ്ങളും കാണാം. ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്. ഷോപ്പുകളിൽ നമുക്ക് മെഡിസിൻസ്, അതായത് ട്രൈബൽ മെഡിസിൻസ്, അതുപോലെ തന്നെ ഫുഡുകൾ ഒക്കെ, നാടൻ ഫുഡുകൾ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോയത് ഹണി മ്യൂസിയം കാണാനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി നമ്മൾ കുറച്ചൊന്ന് എൻജോയ് ചെയ്ത് പോന്നു. അതിനുശേഷം നമ്മൾ നേരെ തേയിലത്തോട്ടത്തിലേക്കാണ് പോയത്. എന്നുവെച്ചാൽ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി കുറച്ച് റീൽസൊക്കെ എടുത്ത് ഇവിടുന്ന് നമ്മൾ നേരെ പോയത് കരാപ്പുഴ ഡാമിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു പാർക്ക് മോഡൽ സ്ഥലമായിരുന്നു, ഡാമായിരുന്നു. അപ്പോൾ അതിൻ്റെ അവിടെ ഒരുപാട് റൈഡ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചാർജ് കൊടുത്തിട്ട് വേണം ഓരോ റൈഡ്സിലും കയറാൻ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം പാർക്കിലൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ തുഷാരഗിരി വെള്ളച്ചാട്ടം കാണാൻ പോയി. അപ്പം അവിടെ നമ്മൾ വിചാരിച്ചത്ര വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സീസണിലല്ലല്ലോ പോയത്, അതുകൊണ്ട് വിചാരിച്ചത്ര വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് കളിച്ച് അതിനുശേഷം നമ്മൾ നേരെ തിരിച്ചു വിട്ടു അവിടുന്ന് യാത്ര. പിന്നെ വേറെ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ബസ്സിൽ പാട്ടും കൂത്തൊക്കെ ആയിട്ട് നാട്ടിലേക്ക് തിരിച്ചു.